നടന്ന പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലുണ്ടായ അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവത്തിൽ കൂത്താട്ടുകുളം തിരുകുടുംബ കത്തോലിക്ക ഇടവകയും വിശുദ്ധ യൂദാസ്ലിഹ തീർത്ഥാടന കേന്ദ്രവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ദൈവാരാധനയെ തടസ്സപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് പള്ളി അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിൽ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഇടവക പ്രമേയം പാസാക്കുകയും പള്ളി കമ്മിറ്റി അംഗങ്ങൾ AKCC, വിൻസെന്റ് ഡി പോൾ, പിതൃവേദി, മാതൃവേദി, DCMS, SMYM, CML എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം നമ്മൾ പാസ്സാക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ആ പ്രമേയം നമ്മൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഇവിടെ വായിക്കുകയാണ്. 2024 ഫെബ്രുവരി 23 വെള്ളിയാഴ്ച പാലാ രൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കുരിശടിയിൽ പള്ളിയിൽ ആരാധന നടക്കുന്ന സമയം വാഹനങ്ങളിൽ വന്ന് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചവരെ തിരുത്തിയ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി അച്ഛനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തിയെ കൂത്താട്ടുകുളം തിരുക്കുടുംബ ഇടവകയും പള്ളി കമ്മിറ്റിയും AKCC, വിൻസെന്റ് ഡി പോൾ, പിതൃവേദി, മാതൃവേദി, SMYM, CML തുടങ്ങിയ സംഘടനകൾ അവതരിപ്പിക്കുന്ന പ്രമേയത്തിലൂടെ അപലപിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വികാരി ഫാദർ സിറിയക് തടത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ, കൈക്കാരന്മാർ, സിസ്റ്റേഴ്സ്, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പാലാ രൂപതയിലെ പൂഞ്ഞാർ ഫൊറോന പള്ളി ഇടവകയിൽ കഴിഞ്ഞ ദിവസം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടക്കുകയുണ്ടായല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതാണ്ട് ഉച്ച സമയത്ത് പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് ഏതാനും ആളുകൾ കാറുകളിലും ബൈക്കുകളിലുമായിട്ട് പള്ളിയുടെ ഗ്രൗണ്ടിൽ കുരിശടിയിൽ വരികയും അവിടെ വന്ന് വാഹനങ്ങളിൽ അവർ വലിയ ശബ്ദത്തോടുകൂടിയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത അവസരത്തിൽ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ആറ്റുചാലിൽ അച്ഛന് അവിടെ വരികയും അവരോട് അവിടെ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും അവരതിന് കൂട്ടാക്കാതെ വന്ന അവസരത്തിൽ ഗ്രൗണ്ടിന്റെ ഗേറ്റ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവര് വന്ന വാഹനങ്ങളിൽ തന്നെ വന്ന് അച്ഛനെ വാഹനം ഇടിച്ച് വീഴ്ത്തുകയും 2 പ്രാവശ്യം അപ്രകാരം ചെയ്ത് അച്ഛനെ അപായപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്ന വളരെ ഖേദകരമായ ഒരു സംഭവം ഉണ്ടായി. അച്ഛന് പരിക്കുകളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിലാണ് കഴിയുന്നത്. ഈ സംഭവം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ദേവാലയ അന്തരീക്ഷത്തിന്റെ പരിശുദ്ധിയെ തകർക്കുന്ന വിധത്തിലും ഒരുപക്ഷെ ബോധപൂർവകമായിട്ട് അവിടെയുള്ള ആരാധനയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇപ്രകാരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇത് ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമല്ല. ഇതിനു മുമ്പും ഇതുപോലുള്ള ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഉണ്ടായതിന്റെ അവസാനത്തെ ഒരു സംഭവം എന്ന നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അത് അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ആളുകളും, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും, ക്രൈസ്തവര് മാത്രമല്ല മറ്റെല്ലാ ആളുകളും ഈ കാര്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ കാണുകയും മതസ്വാതന്ത്ര്യം എല്ലാവർക്കും ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അത് സംരക്ഷിക്കാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ബന്ധപ്പെട്ടവര്, അധികാരികള്, ഗവൺമെന്റ്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത്. നമ്മുടെ രൂപതയിൽ പൂഞ്ഞാറിൽ നടന്ന ഈ ഒരു സംഭവത്തിന്റെ പേരിൽ തീർച്ചയായിട്ടും നമ്മളും പ്രത്യേകിച്ചും കൂത്താട്ടുകുളം ഇടവക സമൂഹവും ഇടവകയിലെ പള്ളി കമ്മിറ്റി അംഗങ്ങളും വിവിധ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളും ഈ കാര്യങ്ങൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രതയോടുകൂടെ വർത്തിക്കുവാനായിട്ടും തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കുവാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രത്യേകിച്ചും ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാനായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.
3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം.